ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റിൻ്റെ സീസൺ 4 എപ്പിസോഡ് നമ്പർ 4 ആണ്. കഴിഞ്ഞ വീഡിയോക്ക് 25 ലൈക്സ് എന്ന ടാർഗറ്റ് വെച്ചിരുന്നു. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാവർക്കും താങ്ക്സ്. സോ എപ്പിസോഡിലേക്ക് പോവാം. ഇതുപോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ അവരുടെ ഡിസ്കഷൻ ആയിരിക്കും കാണിക്കുക. ഹൊസൻ, നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസിന്റെ സഹായം വേണമല്ലേ? അങ്ങനെയല്ല ഞാൻ അവളോട് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യണമെന്നാണ്. ഈക്വൽ ആയിട്ടുള്ള അലയൻസ്. ഹുസൻ, നീ നനാസയെ വെച്ച് കളിച്ച് സ്മാർട്ട് ആകാൻ നോക്കേണ്ട. ഞാൻ മനസ്സിലാക്കിയത് അതെന്താണെന്നാൽ ചില ഫസ്റ്റ് ഇയേഴ്സ് അവരുടെ ക്ലാസ്മേറ്റ്സ് സ്ട്രഗിൾ ചെയ്യുന്നത് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നീ അവരുടെ കയ്യിൽ നിന്ന് പോയിന്റ്സ് വാങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത് ആരുമാകാതെ എന്നാണ് ഉദ്ദേശിച്ചത്. അവൻ നീയാണോ ക്ലാസ് 2 ഡിയുടെ ലീഡർ? ഒരു ലീഡർ എന്ന നിലയ്ക്ക് ഞാൻ നിനക്കൊരു വാർണിംഗ് തരാം. ഞാൻ നിങ്ങളുടെ കൂടെ സമന്മാരായി വർക്ക് ചെയ്യില്ല. ഉർഹിറ്റ്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ ചിന്തിക്കുന്നത് ഞാൻ പ്രൈവറ്റ് പോയിന്റ്സ് തരുമെന്നാണോ? അത് തന്നെ, അതാണ് ഒരേ ഒരു വഴി. ഹൊർഹീറ്റ്, ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു? ഞാൻ പറയുന്നത് ഈക്വൽ ആയിട്ടുള്ള ഒരു അലയൻസ് ആണ്. ഹുസൻ എണീച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ പോവുകയാണ് എന്ന് പറയും. അപ്പോൾ നനാസ്, ഹുസൻ, നീ ഹൊർഹീറ്റ് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കണം. അവൾ ഹുസനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഞാൻ ഹൊർഹിറ്റയോടൊത്ത് വർക്ക് ചെയ്താൽ എനിക്കെന്താണ് കിട്ടുക? ട്രസ്റ്റ്. എന്ത് വൃത്തികേടാണത്! നീ സെക്കൻഡ് ഇയറിലെത്തുമ്പോൾ നിനക്കും ഈ സെയിം സിറ്റുവേഷൻ വരും. അവർ നിന്റെ നേർക്ക് തിരിയും. ഹുസൻ, നീ ചിന്തിക്കുന്നത് എനിക്ക് പെനാൽറ്റി ഓർത്ത് പേടിയുണ്ടെന്നാണോ? എനിക്കറിയാം പെനാൽറ്റി നിനക്കൊരു പ്രശ്നമല്ലെന്ന്. പക്ഷേ ആരെങ്കിലും നിന്നെ പാർട്ട്ണറായി സ്വീകരിച്ചില്ലെങ്കിൽ നീ പുറത്താവും. നീ ചിന്തിക്കുന്നത് ആർക്കെങ്കിലും എന്നെ പുറത്താക്കാൻ കഴിയുമോ എന്നാണോ? നനാസി, സ്കൂളിൽ പോയിന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു പ്രത്യേക സിസ്റ്റം ഉണ്ട്. ഒരു ഹിറ്റ് ശരിയാണ്. നീ പാർട്ട്ണറിനെ പുറത്താക്കിയാൽ പ്രൊട്ടക്ട് പോയിന്റ്സ് പോവും. അതുകൊണ്ട് ഈസിയായി പുറത്താക്കാം. നനാസി, ഇപ്പോൾ നിനക്ക് വിശ്വാസം വന്നില്ലേ? ഹുസൻ, നിങ്ങളൊക്കെ എന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ട. ഞാൻ ഒരിക്കലും ഈക്വലായി ഒന്നും ചെയ്യിക്കില്ല. ഹുർഹിറ്റ്, നീ ഉദ്ദേശിച്ചതിന് ശേഷം നമ്മൾ നമ്മളുടെ ക്ലാസ് ഈക്വൽസ് ആവുന്നത് ചേഞ്ച് ആവുന്നതാണ്. ഹുസൻ, എനിക്ക് ഇഷ്ടമില്ല നമ്മൾ എല്ലാ കാലത്തും ഈക്വൽസ് ആവുന്നതിൽ. അവൻ നിനക്ക് ഉറപ്പാണോ? നീ എന്താണ് പ്രപ്പോസ് ചെയ്യുന്നതെന്ന്? മില്യൺ പ്രൈവറ്റ് പോയിന്റ്സ്. നിങ്ങളുടെ സഹായം എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എല്ലാം ഞാൻ തിരിച്ചു തരും. നിങ്ങൾക്ക് വിശ്വാസം എന്നതല്ലേ വേണ്ടത്? അയനക്കോജി അവൻ ബുദ്ധിപരമായി അവന്റെ ഉദ്ദേശം പറഞ്ഞു. അവന് മസിൽസിന് പുറകെ കുറച്ച് ബുദ്ധിയുമുണ്ട്, റിയോനെ പോലെ. അവൻ തന്ത്രം ചെയ്യാൻ വളരെ ബുദ്ധിമാനാണ്. ഹൊർഹിറ്റെ, എനിക്ക് നിന്റെ ആവശ്യം മനസ്സിലാവും. പക്ഷെ എനിക്കതെല്ലാം അംഗീകരിക്കാൻ പറ്റില്ല. നീ അപ്പോൾ അത് അംഗീകരിക്കില്ല അല്ലേ? നീ എന്റെ വഴി വീണ്ടും തടസ്സപ്പെടുത്താൻ പോവുകയാണോ? പെട്ടെന്നായിരിക്കും അവന്റെ മുമ്പിലെ ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് അവളുടെ മുഖത്തൊഴിക്കുക. അതുകൊണ്ട് സൂഡോന്ന് ദേഷ്യം വന്ന് അവനെ ഇടിക്കാൻ പോകുമ്പോൾ അവൾ അവനെ തടയും. നീ മറ്റൊരു നല്ല ഐഡിയ കണ്ടുപിടിച്ചു വാ എന്ന് പറഞ്ഞ് അവർ അവിടുന്ന് പോവും. നനാസ്, നിനക്ക് ഉറപ്പാണോ ഇതിൽ? അത് കേട്ട് അവനൊന്ന് ചിരിക്കും. പിന്നീട് അവർ നടന്നു പോകുമ്പോൾ ഓസൻ അവരുടെ പിന്നാലെ പോയി, ഒന്ന് നിൽക്ക് ഒർഹിറ്റ, ഞാൻ എൻ്റെ പൊസിഷൻ മാറ്റില്ല. മാത്രമല്ല, എനിക്ക് അധിക നേരം നിന്റെ വൃത്തികെട്ട ഐഡിയ കേട്ടിരിക്കാൻ താല്പര്യമില്ല. ഹോസൻ, എന്നാ ശരി, ഞാൻ എൻ്റെ ക്ലാസ്സിനോട് നിങ്ങളുമായി പെയറാകാൻ പറയാം. കുറച്ച് പോയിന്റ്സ് തരുമോ? 2 മില്യൺ. നീ നിന്റെ തനിനിറം പുറത്തെടുക്കുകയാണോ? അവനിതാണ് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നും ആരും പുറത്താകാതിരിക്കാനുള്ള വഴി. അവൾ വേണ്ട എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ അവൻ വീണ്ടും വിളിച്ച്, ശരി ശരി, ഞാൻ നിന്റെ ഓഫർ അംഗീകരിക്കാം. നീ നിന്റെ തീരുമാനം ഇത്ര പെട്ടെന്ന് മാറ്റിയോ? അതിനർത്ഥം നീ എൻ്റെ കണ്ടീഷനുമായിട്ടുള്ള ഒരു ഈക്വൽ അലയൻസ് സ്വീകരിക്കുകയാണോ? അതെ, നമ്മൾക്ക് വയലൻസ് ഇല്ലാതെ മറ്റൊരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാം. ഹൊറീറ്റ, ഞാൻ നിനക്ക് 10 മിനിറ്റ് തരാം. പിന്നീട് അവർ മറ്റൊരു സ്ഥലത്ത് നിന്ന് സംസാരിക്കും. നമ്മുടെ ഓഫർ ഒരിക്കലും ചേഞ്ച് ചെയ്തിട്ടില്ല അല്ലേ? അതെ, 3 മില്യൺ തരുകയാണെങ്കിൽ എല്ലാ വേസ്റ്റുകളെയും ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞ് അവൻ വില കൂട്ടിക്കൊണ്ടുപോകും. സൂഡോക്ക് അത് കേട്ട് ടെൻഷനാവും. ഞാൻ ഓർക്കണമായിരുന്നു, നിനക്ക് ഇതൊരു എന്റർടൈൻമെന്റ് ആണെന്ന് പറഞ്ഞ് ഹൊർഹിറ്റ പോവാൻ നോക്കുമ്പോൾ ഹോസൻ അവളെ കിക്ക് ചെയ്യാൻ വരും. സൂഡോ അതിൽ നിന്ന് അവളെ രക്ഷിച്ച് ഹോസൻ വീട് പിടിക്കാൻ വരുന്നത് കണ്ട് അവളെ തള്ളിയിടും. ഹൊസന്റെ ആ പഞ്ച് സൂഡോക്ക് കിട്ടും. ഹൊസൻ, നിനക്ക് എത്ര നേരം ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്ക്. സൂഡോ അവനെ ഇടിക്കാൻ പോകുമ്പോൾ ഹൊസൻ അവനെ ഇടിക്കും. ഓർഹിറ്റ് അത് കണ്ട് ടെൻഷനാ. നീ എന്താ കാണിക്കുന്നുണ്ട്? നാസ്, എനിക്ക് വിശ്വാസമുണ്ട് ഈ സ്കൂളിൽ പണ്ടുള്ളതിനേക്കാൾ നല്ലതാകണം. ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ നല്ലോണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിയാം. കുറച്ച് ഫസ്റ്റ് ഇയേഴ്സിന് നാഗമോയുടെ കയ്യിൽ നിന്ന് തന്നെ എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ വർഷം അവനാണ് ഈ സ്കൂൾ ഭരിക്കാൻ പോകുന്നത്. അവൻ സ്റ്റുഡൻസ് തമ്മിലുള്ള ഫൈറ്റ് സമ്മതിക്കുമോ? ഹോസൻ സൂഡോനെ കൊത്തിനെ പിടിച്ചു നിർത്തും. അയനക്കോജി, ഹോസന് സൂഡോനേക്കാൾ ഫൈറ്റ് ചെയ്തിട്ടുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും മുറിയോൻ അവനുമായി ഫൈറ്റ് ചെയ്യാൻ അത്ര തയ്യാറല്ലാത്തത്. ഹോസൻ ഇതേ സമയം സൂഡോനെ എടുത്ത് ചാടും. അവൻ ചിന്തിക്കുന്നത് വയലൻസ് ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യാമെന്നാണോ? അല്ല. ഹോസൻ സൂഡോനെ അവിടെ അവശനായിട്ടിടും. ഹൊർഹിറ്റ അത് കണ്ട് ഫൈറ്റ് ചെയ്യാൻ പോസൊക്കെ ഇട്ട് നിൽക്കും.
ഹുസൻ, നീ എന്നോട് കേണ് പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. അതിനാവശ്യമില്ല. എന്നാ നീ അനുഭവിക്കുക എന്ന് പറഞ്ഞ് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവൾക്ക് 2-3 അറ്റാക്ക് അവന് നേരെ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ ഒന്നുകൂടി കിക്ക് ചെയ്യാൻ വരുമ്പോൾ അവനത് തടയും. എന്നിട്ട് അവളെ തൂക്കിയെടുത്ത് ചാടും. അവനെന്നിട്ട് അവളെ പേടിച്ച്, നീ എനിക്ക് 5 മില്യൺ തന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ വെച്ച് അവസാനിക്കും. ഹൊർഹിര, നീ ഒരിക്കലും നന്നാവില്ലടാ. അയനക്കോജി വേഗം ചെന്ന് ടീച്ചേഴ്സിനെ വിളിക്ക്. ഹുസൻ, നിനക്ക് നല്ലവണ്ണം പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ? ഞാൻ നിനക്ക് അവസാനമായി ഒരു ചാൻസ് കൂടെ തരാം. എന്റെ ടേംസ് അഗ്രി ചെയ്ത് എനിക്ക് വേണ്ട പണം താ. അല്ലെങ്കിൽ ഞാൻ അയനക്കോജിയെ കൊന്നുകളയും. അതാണ് എനിക്കുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞ് അയനക്കോജി ഒന്ന് നോക്കും. പെട്ടെന്ന് നനാസ് അവരുടെ ഇടയിൽ കയറി, ഞാൻ എന്റെ തീരുമാനം മാറ്റുന്നു. നിന്റെ മെത്തേഡ്സ് ഞാൻ റെഫ്യൂസ് ചെയ്യുന്നു. ഹുസൻ, മാറി നിൽക്കുന്ന നനാസെ. ഹൊർഹിറ്റ, എന്നോട് ക്ഷമിക്കണം. ഇതെല്ലാം ഹുസന്റെ പ്ലാനാണ്. ഹുസൻ മാറി നിൽക്കുന്ന പറഞ്ഞ് നനാസിയെ തള്ളി മാറ്റി അയനക്കോജിയെ കൊല്ലാൻ വേണ്ടി ഓടും. പെട്ടെന്ന് സീൻ കട്ടാവും. പിന്നീട് നമ്മൾ കാണുന്നത് അയനക്കോജിയുടെ കയ്യിൽ ആ കത്തി കൊത്തി നിൽക്കുന്നതാണ്. പക്ഷെ അയനക്കോജിക്ക് ഒരു കോസലും ഉണ്ടാവില്ല. അയനക്കോജി, നിനക്ക് ഫൈറ്റ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നീ എൻ്റെ ക്ലാസ്മേറ്റ്സിനെ ഹേർട്ട് ചെയ്തു. നീ ഈ കത്തി കൊണ്ട് നടക്കുന്നതിനുള്ള കാരണം എനിക്കറിയാം. നീ ഈ കത്തി താഴെയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ സ്റ്റാബ് ചെയ്യും. ഹുസൻ, നീ എന്നെ സ്റ്റാബ് ചെയ്യുമെന്നോ? അയനക്കോജി, ഇതാണ് നല്ല മാർഗം. അല്ലെങ്കിൽ ഈ ഫൈറ്റ് കഴിഞ്ഞ് പോകുന്നത് നല്ല പരിക്കോടെയായിരിക്കും. ചില ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട്, അവരുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ പുറത്താക്കുക എന്നതാണ്. അത് കേട്ട് സോഡയും ഹൊർഹിറ്റയും ഒരേപോലെ ഷോക്കാവും. ഹുസൈൻ, നിനക്കെങ്ങനെ അറിയാം ഇത് നിന്റെ കത്തിയാണെന്ന്? ഞാൻ ഇന്നലെ അത് അന്വേഷിച്ചിരുന്നു. ഞാൻ മാത്രമാണ് ഈ കത്തി ഉപയോഗിക്കുന്നത്. ഇത് എൻ്റെ നൈഫാണെങ്കിൽ നീയാണ് എന്നെ സ്റ്റാബ് ചെയ്തത് ഒരേ ഒരു ആൾ. എനിക്ക് ശരിയായി പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ പുറത്താവും. ഹുസൈൻ പെട്ടെന്ന് കൈമാറ്റി, അപ്പം ഇതെല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നു അല്ലേ? ഹൊർഹിറ്റയും സോഡോയും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ ഓക്കെയാണ്. ഹുസൻ, നിനക്ക് ഇനിയും എത്ര അറിയാം? എനിക്ക് ആദ്യം തന്നെ സംശയം തോന്നുന്നത് ഇച്ചിയോടൊപ്പം ഷോപ്പിങ്ങിന് പോയപ്പോഴാണ്. ഹൊർഹിറ്റ, ഇച്ചിക്ക് ഇതിൽ ഇൻവോൾവ് ആണോ? അതെ ഹുസൻ, നിന്റെ ഐഡിയ ആണത്. പക്ഷേ ഇച്ചിക ഒന്നുകൂടി മനോഹരമാക്കി. എനിക്ക് തന്ന അതേ കത്തി തന്നെയാണ് നിനക്കും തന്നത്. അവൾ എൻ്റെ അപ്പാർട്ട്മെന്റിൽ വന്നപ്പോൾ അവളുടെ മുടുക്കി കൂത്തുന്ന എന്തോ സാധനം കളഞ്ഞു പോയെന്ന് പറഞ്ഞ് കയറി ആ കത്തി എടുത്തു കൊണ്ടുപോയി. അതവൾ അത്ര കെയർഫുൾ അല്ലാത്തത് കൊണ്ട് അവളുടെ ഫിംഗർ പ്രിന്റ്സ് അതിലുണ്ടായിരുന്നു. ഹുസൈൻ, എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഒരു പെണ്ണിനോട് വർക്ക് ചെയ്ത് തോൽക്കുമെന്ന്. അല്ല, അവളുടെ തെറ്റ് അതിലില്ല. ഞാൻ ഇപ്പോഴും ഇത് തുടർന്ന് കൊണ്ടുപോകുന്നത്. എനിക്ക് 2 റിക്വസ്റ്റ് ഉണ്ട്. ആദ്യത്തേത്, ഞങ്ങൾക്ക് ക്ലാസ് ഡിയുമായി ഒരു ഈക്വൽ അലയൻസ് വേണം. രണ്ടാമത്തേത്, വരാൻ പോകുന്ന ടെസ്റ്റിൽ നീ എൻ്റെ പാർട്ട്ണറായി വരണം. അയനക്കോജി, അതെനിക്ക് നല്ലതാവുമെന്ന് ചിന്തിക്കും. ഹുസൻ കൈയടിച്ച്, അയനക്കോജി, നീ നല്ലവണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്നെ ഇതുവരെ ആരും ഇത്ര അത്ഭുതപ്പെടുത്തിയിട്ടില്ല. അവൻ ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് നടന്നു പോവും. പിന്നീട് തിങ്കളാഴ്ച നനാസിയും ഹൊർഹിറ്റയും കൂടി ഈക്വൽ അലയൻസിലായി. അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. മെയ് 1 റിസൾട്ട് അറിയും. ഫസ്റ്റ് അയനക്കോജിയായിരിക്കും. പിന്നീട് ഹൊർഹിറ്റ, ഞാൻ തോറ്റു തന്നിരിക്കുന്നു, നീ ജയിച്ചു. പക്ഷെ നനാസിയുടെ കാര്യം. അന്ന് ഹൊർഹിറ്റ നനാസിയോട്, നീയൊക്കെ ആക്ട് ചെയ്യുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് വർക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അയനക്കോജിയെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രയോറിറ്റി. അയനക്കോജി ആരാണോ പുറത്താക്കുന്നത് അയാൾക്ക് സമ്മാനമായി 20 മില്യൺ പ്രൈവറ്റ് പോയിന്റ്സ് കിട്ടും. അതിനാണ് ഈ ടെസ്റ്റ് പോലും ഉണ്ടാക്കിയത്. ആരാണ് ഇതെല്ലാം ചെയ്തത്? എനിക്കറിയില്ല. എനിക്ക് നിന്നെക്കുറിച്ച് വീണ്ടും അറിയണം. നീ അയനക്കോജിയെ വേദനിപ്പിച്ചു. അയനക്കോജി, വേണ്ട. അവൾ എന്താണ് നടന്നത് എന്ന് പറഞ്ഞു. മറ്റൊന്നും വേണ്ട നനാസ്. അതുമാത്രമല്ല, ഞാൻ ഹുസനെ സഹായിക്കുവാനുള്ള കാരണം. എനിക്ക് വിശ്വാസമില്ല അയനക്കോജി ഈ സ്കൂളിൽ പഠിക്കുന്നത് വൃത്തിയാണെന്നുള്ളതിൽ. അവരങ്ങനെ അത് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും അവരുടെ മിസ് അവിടേക്ക് വരിക. ഹൊർഹിറ്റ, നമുക്ക് മറ്റൊരു ദിവസം അഗ്രിമെന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോവും. മിസ്, ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള സുഷ്കിറോനെ നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അയാൾ, നീ കണ്ടുപിടിച്ചോ ആരെയാണ് ഇവിടെ അയച്ചതെന്ന്? ഇല്ല, എനിക്ക് പ്രഖ്യാപിക്കാൻ താല്പര്യമില്ല. സുഷ്കിറോ, അതിനർത്ഥം അവൻ നല്ലവണ്ണം കാര്യങ്ങൾ നോക്കുന്നുണ്ടെന്നാണ്. അയനക്കോജി, ഞാൻ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല ഒരു വൈറ്റ് റൂം സ്റ്റുഡന്റ് ഇവിടെയുണ്ടെന്ന്. നിനക്കവനെ പെട്ടെന്ന് കണ്ടുപിടിക്കാനാവില്ല അയനക്കോജി. നീ അവനെ പുറത്തിറക്കി പ്രശ്നത്തിലായോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിനക്ക് വേണ്ടത് എന്നെ പുറത്താക്കുവാനുള്ള ഒരു വൈറ്റ് റൂം സ്റ്റുഡന്റിനെയാണ്. പക്ഷേ അവൻ അതനുസരിക്കില്ല. അത് തന്നെ അയനക്കോജി, നീ കെയർഫുൾ ആയിരിക്കണം. ഒരു വൈറ്റ് റൂം സ്റ്റുഡന്റിനെ ഇവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് ഞാനല്ല. ഹയർ ആയിട്ടുള്ള ആരെങ്കിലും ആകാൻ ചാൻസ് ഉണ്ട്. പിന്നീട് അയനക്കോജി അതോർത്ത് നടന്നു പോവും. അവൻ പറഞ്ഞത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമോ? സുഷിഗ്രോ, പിന്നെ കുട്ടികൾ നിന്റെ അച്ഛനെ തന്നെ അനുസരിക്കില്ല. ഒരു ദിവസം നിനക്ക് തന്നെ ഇവിടുന്ന് പുറത്താവണമെന്ന് തോന്നുന്ന ഒരു ദിവസം വരും. സ്റ്റുഡൻസ് നിന്നെ ഓർത്ത് ജലസ് ആവാനും വെറുക്കാനും തുടങ്ങും. വിട്ടുവീഴ്ചയില്ലാത്ത വൈറ്റ് റൂം മാസ്റ്റർ പീസിനെ ഓർത്ത്. അതോർത്ത് അയനക്കോജി നടന്നു പോവും. പിന്നീട് സ്പെഷ്യൽ ടെസ്റ്റിന്റെ ഓവറോൾ റാങ്ക് കാണിക്കും. ഫസ്റ്റിൽ ക്ലാസ് 2A, സെക്കൻഡിൽ ക്ലാസ് 2C, തേർഡിൽ ക്ലാസ് 2D, ഫോർത്തിൽ ക്ലാസ് 2B. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ.